നമുക്കിന്നൊരു അടിപൊളി ഫാം ഫ്രഷ് ബീൻസ് തോരൻ റെഡിയാക്കിയാൽ. അതിനു മുമ്പ് ഞാനൊരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പോയി ബീൻസ് എടുത്തുകൊണ്ട് വരാം. ഈ ബീൻസിന് പ്രത്യേകതയുണ്ട്. ഇത് ഡബിൾ ബീൻസ് എന്ന് പറയും. നല്ല വലിപ്പമുള്ള കായാണ്. അതായത് ബീൻസിന് നല്ല സൈസാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 ബീൻസ് മതി നമുക്കൊരു കായ് തോരൻ വയ്ക്കാൻ. കൃത്യം 10 ബീൻസ് എടുത്ത് ഞാൻ നൈസായിട്ട് അരിഞ്ഞ് തോരനുള്ള പാകത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത്രയും നൈസായിട്ടാണ്, നന്നായിട്ട് അരിയാൻ പറ്റും. കാരണം ഇത് ഒട്ടും മൂത്തതല്ല, നല്ല നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് പാകം ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്ന കിൻഡാരിയത്തിൻ്റെ ഒരു ഉരുളിയാണ്. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും സവോളയും ഇട്ട് കൊടുക്കുക. അല്ല, ഒന്നാം തരം കാന്താരി 2-3 കാന്താരി മുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയത് ഇട്ടതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതാണ് നല്ലത്. ഒരു ആവി വന്നതിന് ശേഷം ഇളക്കിയാൽ മതിയാവും. എളുപ്പത്തിൽ ഒരു തോരൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അരച്ചെടുക്കാത്തത്. അരപ്പ് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഏറ്റവും ഈസി ആയിട്ട് തന്നെ, നമ്മൾ ഫ്രഷ് സാധനമാണ്, മൂത്തിട്ടില്ല. വളരെ പെട്ടെന്ന് തോരനാകും. 5 മിനിറ്റ് ഒന്ന് ഭയങ്കര സിമ്മിലിട്ട് ഒന്ന് ആവി കയറി ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം നമുക്ക് ആവശ്യമില്ല. ഒരു നല്ല തോരൻ